friends, welcome back to our channel, Our Happiness. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ഡിഷ് ആണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിന്റെ പേരാണ് രസ്മലായി. ഇന്ന് രസ്മലായി ഉണ്ടാക്കുന്നത് പനീർ വെച്ചിട്ടാണ് ഞാനിവിടെ രസ്മലായി ഉണ്ടാക്കുന്നത്. ഇത് കുറച്ചും കൂടി ഒരു ഈസി മെത്തേഡാണ്. സോ നോർമലി നോർത്ത് ഇന്ത്യൻസ് ഇത് പാല് തിളപ്പിച്ചിട്ട് അതിൽ നാരങ്ങ പിഴിഞ്ഞ് അതിൽ നിന്ന് എടുക്കുന്ന ചെന വെച്ചിട്ട് ആണ് ബോൾസ് ഉണ്ടാക്കുന്നത്. ശരിക്കും അതാണ് ശരിക്കുള്ള മെത്തേഡ്. പക്ഷെ ഞാനിവിടെ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന പനീർ വെച്ചിട്ടാണ് രസ്മലായി ഉണ്ടാക്കുന്നത്. ശരിക്കും ഇത് കുറച്ചും കൂടി ഈസി മെത്തേഡ് ആണ്. സോ എങ്ങനെയാണ് ഈ പനീർ രസ്മലായി ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ രസമലായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ 6 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു 1 കപ്പ് 1 മുതൽ 1.5 കപ്പ് വരെ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിലേക്ക് ഞാനിനി 1.5 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാൻ പോവാണ്. സോ വെള്ളം തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ പനീർ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതാണ് നമ്മൾ രസ്മലായി ബോൾസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. സോ ഒന്ന് സ്മാഷ് ചെയ്യുകയാണ്. ക്രംബിളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുഴക്കണം. നമ്മൾ ഇങ്ങനെ ഈ ഒരു ഭാഗം കൈൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് നല്ല സ്മൂത്ത് ആക്കണം. എത്രയോ സ്മൂത്ത് ആവണം അത്രയും രസ്മലായി ബോൾസ് നമുക്ക് കഴിക്കുമ്പോൾ ഉരുട്ടുമ്പോഴാണെങ്കിൽ ബോൾസ് ആക്കുമ്പോഴാണെങ്കിൽ ഒരു ക്രാക്ക് ഇല്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് മാഷ് ചെയ്യാൻ. നമ്മുടെ സ്മൂത്ത് ഡോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ രസ്മലായി ബോൾസ് ഉണ്ടാക്കണം. അപ്പോൾ രസ്മലായിയുടെ വലിപ്പം അറിയാമല്ലോ, ഒരു അത്യാവശ്യം ഒരു എന്താ പറയുക നെല്ലിക്കയുടെ സൈസിലുള്ള ബോൾസാണ് നമ്മൾ ഉണ്ടാക്കണത്. പാലിടുമ്പോൾ വീർത്തോളും. ഞാൻ ഈ ഒരു സൈസിലുള്ള ബോൾസ് ഉണ്ടാക്കും. ബോൾസ് ആക്കിയതിന് ശേഷം ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് കാണാം, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് കിടക്കാൻ നേരത്ത് പഞ്ചസാര പാനിലൊക്കെ കിടക്കാൻ നേരത്ത് ഇത് വീർത്തോളും. സോ എൻ്റെ ഫസ്റ്റ് രസ്മലായിയുടെ ബോൾ റെഡി ആയിട്ട് അടുത്ത് എടുക്കാണ്. അതുപോലെ അങ്ങനെ എല്ലാ ബോൾസാക്കി എടുക്കാം. അപ്പോൾ അതേ ഒരു 250 ഗ്രാംസ് പനീരിന്ന് എനിക്ക് ഏകദേശം ഒരു 12 ഈ സൈസിലുള്ള ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ ഇത് നമുക്ക് നമ്മുടെ പഞ്ചസാര പാനിയിലോട്ട് ഇടാം. സോ നമ്മുടെ ഇത് വെള്ളവും പഞ്ചസാരയും കൂടിയിട്ടുള്ള ഈ മിക്സിലോട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ച രസ്മലായി ബോൾസ് ആഡ് ചെയ്യാൻ പോവാണ് 1 by 1. ഇനി ഇതൊന്ന് ഇങ്ങനെ ഒന്ന് പകുതി അടച്ചാൽ മതി കേട്ടോ. പകുതി അടച്ചൊരു 12-15 മിനിറ്റ് വരെ മൂടി വേവിക്കാം. അപ്പോൾ നമ്മുടെ പനീർ വേവുന്ന ആ സമയം കൊണ്ട്, പഞ്ചസാര പാനിൽ കിടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ വേറൊരു പാത്രത്തിൽ 1 ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ പാലിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇനി കുറുകി വരണം കേട്ടോ. നല്ല കട്ടിയുള്ള പശുമ്പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം മിൽമേഡൊക്കെ ആണെങ്കിൽ നല്ല ഓറഞ്ച് ഗ്രീനൊക്കെ അവർ ഇറക്കുന്നുണ്ട്, നല്ല ഫുൾ ഫാറ്റ് മിൽക്ക്. അത് എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലത്.
ആ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് പഞ്ചസാര ഇട്ട് ഇനി നമ്മളിത് നന്നായിട്ട് കുറുക്കണം. ഇത് ഒരു 2/3 ആവണം. നമ്മൾ ഈ 1 ലിറ്റർ മിൽക്ക് ഒരു 2/3 ആയതിന് വരെ നമ്മൾ നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കണം ഈ പഞ്ചസാര ഇട്ടിട്ട്. അതിന് കുറച്ച് സമയം എടുക്കും. അങ്ങനെ അപ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇളക്കി കൊടുത്ത് ഒരു 2/3 ആവണ വരെ കുറുക്കി വരുന്ന പരുവത്തിൽ വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലിത് ഏകദേശം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഇത് ഞാൻ ഏലക്കും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്, അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക പഞ്ചസാര ഇതൊരു നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് ഇളക്കി കൊടുക്കാം, നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ രസ്മലൈസ് വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2/3 ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ മാർക്ക് കാണാം, കണ്ടോ? അത്രയും വറ്റിയിട്ടുണ്ട് പാല്. നല്ലൊരു അത്രയും തിക്ക് കൺസിസ്റ്റൻസി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ തന്നെ ഇച്ചിരി ഇതാവും, തണുക്കുമ്പോൾ തന്നെ കുറച്ച് കുറുകി വന്നോളും, കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ലൈറ്റായിട്ടുള്ള ഇത് എടുത്തിട്ടുണ്ട്, ലൈറ്റായിട്ട് തിക്കായപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന ഇതിലോട്ട് നമുക്ക് രസ്മലൈസ് ഓരോന്നായിട്ട് ഇടാം കേട്ടോ. ഈ ഓഫ് ചെയ്യാം. ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് സാഫ്രൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിഞ്ച് ആഡ് ചെയ്യണമല്ലോ കേട്ടോ. സാഫ്രൺ ഇട്ട് നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട്സും പിന്നെ അതുപോലെ തന്നെ പിസ്താച്ചിയോ ഒക്കെ ചെറുതാക്കി അരിഞ്ഞതും കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഇതേ നമ്മുടെ രസ്മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് ചൂടായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോൾ ടേസ്റ്റ് എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ ചാൻസ്. അപ്പോൾ ഈ ഈസി പനീർ വെച്ചിട്ടുള്ള ഈ രസ്മലായി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പീസായിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.